Hi dears, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ഉരുളക്കിഴങ്ങും ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് മടിയുള്ള ദിവസങ്ങളിലോ അതല്ലെങ്കിൽ സമയം കുറവുള്ള ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലുതാണെങ്കിൽ 1 മതിയാവും. ഇപ്പോൾ ഞാനിതിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടും. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. അപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ്, ഒരു മഞ്ഞ നിറത്തിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ സവോളയാണ്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം മല്ലിയില കൂടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സ്പാച്ചുല വെച്ചിട്ടോ കൈ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ആയി കിട്ടും. അപ്പോൾ ഞാനിതുപോലെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ഉപയോഗിച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം മസാലയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഒരു മാവിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളത്തിൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുമിച്ച് നമ്മൾ വെള്ളം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയൊക്കെ ഉടഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കിയ മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നോക്കാം എത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാനിതിവിടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കണം. വെള്ളം കൂടി പോവരുത്. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു മാവ് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ ഒരു 1.5 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു കിഴങ്ങിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും വെള്ളത്തിൻ്റെ കണക്ക്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കുറച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് ഇവിടെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അല്പം ഓയിലും കൂടി ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ തേച്ചെടുക്കൽ നിർബന്ധമൊന്നുമില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് തന്നെ ഓയിൽ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടായ ശേഷമാണ് കേട്ടോ ഈ ഒരു മാവ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു മാവ് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് തീ കുറച്ച് വെക്കാം. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് ഈ ഒരു തീ മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഭാഗം റെഡിയായി വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇതൊരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ മൊരിയിപ്പിച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പോൾ ഈ ഒരു സമയത്തും നിങ്ങൾക്ക് നെയ്യോ ബട്ടറൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഓയിലും ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് പൊങ്ങി പൊള്ളച്ചൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് അധികം സമയം ഇത് ചുട്ടെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ ഞാനിതിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് ഭാഗവും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൊരിപ്പിച്ചെടുത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലൊന്നും ഇട്ട് വെച്ചിട്ട് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ കുറേ സമയം ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആലു പറാത്തയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. മാവൊക്കെ കുഴച്ച് പരത്തി എടുത്തിട്ടൊക്കെയാണല്ലോ ആലു പറാത്ത തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു 4 ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ ചുട്ടെടുക്കാനുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ കിഴങ്ങും സവോളയും മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് വെറുതെ കഴിക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് കറി ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്